വീണ്ടും മലമ്പുഴയിലെ മലകളെ മേഘങ്ങൾ മൂടിക്കഴിഞ്ഞു. മഴക്കാലത്താണ് മലമ്പുഴ ഡാമിൽ പോകേണ്ടത്. മലമ്പുഴ ഡാമിൽ വെള്ളം മാത്രമല്ല, അവിടുത്തെ പ്രകൃതി കാഴ്ചകളും മാത്രമല്ല, നമുക്ക് നിരവധി വെള്ളച്ചാട്ടങ്ങൾ മലമ്പുഴ ഡാമിൽ കടൽക്കരങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. വലിയ വലിയ മലകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടം. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര മലമ്പുഴയിലെ വെള്ളച്ചാട്ടങ്ങൾ കാണാനാണ്. നിങ്ങളെയും ഞങ്ങളോടൊപ്പം ഇൻവൈറ്റ് ചെയ്യുന്നു. 2024 മലമ്പുഴ. 2023 ഞങ്ങളിവിടെ വരണ്ടായി. അന്ന് ഇവിടെ ഒന്നും വെള്ളമില്ല. അന്നതിൻ്റെ ഏറ്റവും ഡാമിൻ്റെ അണക്കെട്ടിൻ്റെ ഏറ്റവും അടുത്ത ഭാഗത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. ഈ കോട്ടയ്ക്ക് അകത്ത് നിൽക്കുന്നതാണ് എൻ്റെ സുഹൃത്ത് ഹരീഷ്. അല്ല, മലകളിൽ നിന്ന് വെള്ളം ഒഴുകിയിറങ്ങുന്നതിന് കാണാൻ പറ്റും. ചെറുതായിട്ട് നല്ല കാറ്റ് വീശുന്നുണ്ട് ഇവിടെ. ഉണ്ടോ? ചെറിയൊരു ലൈനിലേ കാണാൻ പറ്റുള്ളൂ, വലുതായിട്ടൊന്നും കാണാൻ പറ്റില്ല. കാരണം അത്രയും ദൂരത്താണുണ്ട്. ആ വെളുത്ത ഡോട്ട് അതെല്ലാം മലയിൽ നിന്ന് വെള്ളം ഒഴുകിയിറങ്ങുന്നതാണ്. അത് മലമ്പുഴയിൽ ഏത് സമയത്ത് ഉണ്ടാവും പോത്തുകൾ. ഞങ്ങളിപ്പോൾ വെള്ളച്ചാട്ടങ്ങളുടെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലമ്പുഴ ഭാഗത്ത് ഇപ്പോഴും കനത്ത മഴ. ഈ കനത്ത മഴയുടെ ഭാഗമായിട്ട് മലമ്പുഴയുടെ പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. അതിലത്തെ ഒരു വെള്ളച്ചാട്ടമാണ് കാണുന്നത്. വീണ്ടും മലമ്പുഴയിലെ മലകളെ മേഘങ്ങൾ മൂടിക്കഴിഞ്ഞു. കുറച്ചു മുമ്പ് മലകളെല്ലാം ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റിയായിരുന്നു. മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡാമിൻ്റെ സൈഡിലുള്ള പാറകളിൽ ഡാമിൻ്റെ വെള്ളം കാണാൻ ആൾക്കാർ പ്ലാസ്റ്റിക് കുടയായിട്ട് നിൽക്കുന്നത് കാണാം. വീണ്ടും വെള്ളച്ചാട്ടങ്ങളുടെ കാഴ്ചകളിലേക്ക്. ഇതാണ് മലമ്പുഴയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടങ്ങൾ. ഈ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി ഞങ്ങൾ 2 വർഷത്തോളമായി ഇവിടെ വരാൻ തുടങ്ങിയിട്ട്. കഴിഞ്ഞ വർഷം വെള്ളച്ചാട്ടം ഉണ്ടായതേ ഇല്ല, കാരണം മഴ പെയ്തേ ഇല്ല. എവിടുന്ന ഈ ഒഴുകി ഇറങ്ങുന്നറിയോ? ഒരുപാട് ഹൈറ്റിൽ നിന്ന് 200 മീറ്ററിൽ കൂടുതൽ ഹൈറ്റിൽ നിന്നാണ് വെള്ളച്ചാട്ടം ഒഴുകി ഇറങ്ങുന്നത്. കാണുന്നുണ്ടോ? അത്രയും ദൂരത്താണ്. ഇതാണ് ഹരീഷ്.
ഭയങ്കര കാറ്റ് പറഞ്ഞാൽ ഭയങ്കര കാറ്റ് തുടങ്ങിയപ്പോൾ. ചെറിയ രീതിയിലുള്ള കാറ്റൊന്നുമില്ല. കണ്ടോ, എവിടെ നോക്കിയാലും വെള്ളച്ചാട്ടം മലമ്പുഴയിലിപ്പോൾ. ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആണെങ്കിൽ ഈ സമയത്ത് തന്നെ വരണം. ഇത് കുറേ ദിവസങ്ങളൊന്നും നീണ്ടു നിൽക്കില്ല. ചിലപ്പം കുറച്ച് ദിവസം കൊണ്ട് അവസാനിക്കും ഈ വെള്ളച്ചാട്ടങ്ങൾ. ഈ കാണുന്നതാണ് മലമ്പുഴയിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം. മഴയുടെ ഏറ്റവും മുകളിലെല്ലാം മഴവേഗങ്ങൾ നിറഞ്ഞിരിക്കുന്നു. ഇനിയും കനത്ത മഴ ഈ ഭാഗങ്ങളിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശക്തിയും കൂടാം. ഞങ്ങളിപ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ കണ്ടു. ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം മലമ്പുഴയിൽ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മഴക്കാലത്ത് മലമ്പുഴ മനം മയക്കുന്ന മലമ്പുഴയാണ്. കൊല്ലങ്കോട് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ നമുക്ക് വെള്ളച്ചാട്ടം ദൂരെ നിന്ന് കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. വെള്ളച്ചാട്ടം ഏറ്റവും അടുത്ത് നിന്ന് സുരക്ഷിതമായി കാണാനും കുടിക്കാനും ഒക്കെ പറ്റും. ഇപ്പോൾ മഴമേഘങ്ങളൊന്നും ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് മലകളിലൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കാണാൻ പറ്റും. അത് വെള്ളച്ചാട്ടം. കിഴക്കേ മലമ്പുഴയുടെ ഭാഗത്തുള്ള മലകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന വെള്ളച്ചാട്ടങ്ങളാണ് കാണുന്നത്. 1, 2, 3, 4, 5, 6 ഉണ്ടോ. പിന്നെ ഇതേപോലെ മരങ്ങളിലെ മരങ്ങൾ, അവിടെ നിന്ന് വെള്ളച്ചാട്ടങ്ങൾ കാണുന്നില്ല. ആ കാണുന്ന വെള്ളച്ചാട്ടങ്ങളിലേക്കൊന്നും നമുക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയില്ല. അത്രയും വനത്തിൻ്റെ ഉള്ളിലാണ് വെള്ളച്ചാട്ടങ്ങൾ. അതൊക്കെയാണ് ഒന്നാം പുഴ, അല്ലേ, ഒന്നാം പുഴ, രണ്ടാം പുഴ, മൂന്നാം പുഴ എന്ന് പറയുന്ന വെള്ളച്ചാട്ടങ്ങൾ. അതൊക്കെ ഇരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. അത് നോക്കി, അവിടെ നോക്കി മരട്ടം മോടുന്ന് ഒഴുകിയിറങ്ങുന്ന ഒരു വെള്ളച്ചാട്ടം ചെറുതായിട്ട് ഒഴുകിയിറങ്ങണ്ട. നമുക്ക് ഏറ്റവും കൂടുതൽ എളുപ്പം കാണാൻ കഴിയുന്നത് ഇതൊക്കെയാണ്, ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ. കിഴക്കേ മലമ്പുഴ ഭാഗത്തുള്ള, പടിഞ്ഞാറ് മലമ്പുഴ ഭാഗത്തുള്ള ഈ വെള്ളച്ചാട്ടങ്ങൾ. ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.